ആം ആദ്മി പാർട്ടിയുടെ നേതൃനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തികളിൽ ഒരാളായ സഞ്ജയ് സിംഗാണ് നിങ്ങളെ അഭിസംബോധന ചെയ്തത്. പാർലമെന്റിലെ മുഴങ്ങുന്ന ശബ്ദമാണ്. അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചതെങ്കിലും നിങ്ങൾക്ക് ഇതിനകം തന്നെ ഹിന്ദി വശമായി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപക്ഷെ ഈ സമരം കൊണ്ട് ശശി ഇവർക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രയോജനം, ഇവർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദി മാത്രമേ സംസാരിക്കാൻ സാധ്യമുള്ളൂ. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം, വയനാട് ജനത ഒറ്റയ്ക്കായിരിക്കില്ല, ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയുണ്ടാകും. പാർലമെന്റിലെ ബജറ്റിന് മുൻനിർത്തിയുള്ള ചർച്ചയിൽ പോലും വയനാടിന് വേണ്ടി പ്രത്യേക പാക്കേജ് നൽകുന്നത് സംബന്ധിച്ച് കേരളത്തോട് കൈകോർക്കാൻ അദ്ദേഹം ഉണ്ടാകും. നുണ പറയുകയാണ് ഈ സർക്കാരിന്റെ ശീലം. ഞങ്ങൾ ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച സമയത്തും പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ പച്ച നുണയാണ് അവിടെ വിളമ്പിയത് എന്നുള്ള കാര്യങ്ങളാണ് സഞ്ജയ് സിംഗ് നിങ്ങളോട് പറഞ്ഞത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനങ്ങൾക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ഭരണഘടനയുടെ ഫെഡറൽ തത്വം ഉയർത്തിപ്പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്ന സമരത്തിൽ, ആ സമരത്തെ അഭിസംബോധന ചെയ്യാൻ സഞ്ജയ് സിംഗിന്റെ നേതാവ് കേജ്രിവാള് മുമ്പോട്ട് വന്നിരുന്നു. വലിയൊരു പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടി ഇവിടെ പരാജയപ്പെട്ടത്. സർവ്വസന്നാഹങ്ങളും എടുത്ത് ആം ആദ്മി പാർട്ടിയെ BJP തോൽപ്പിച്ചെങ്കിൽ പോലും കേവലം 2% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് BJP ഇവിടെ അധികാരം പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ വയനാട് നിന്നുള്ള LDFന്റെ സമര വോളണ്ടിയർമാർക്ക് ആപ്പിന്റെ ഒരു പിന്തുണ എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ടാണെന്ന് ഞാൻ കരുതുകയാണ്. ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിച്ച ആൾക്കാരെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്നിട്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 1972 വനനിയമം സംസ്ഥാനങ്ങളെ കബളിപ്പിച്ചാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോഴും മേനി നടിക്കുന്നുണ്ട്. വനവും വന്യജീവികളും ഭരണഘടന പ്രകാരം സംസ്ഥാനത്തിന്റെ വിഷയമായിട്ട് പോലും സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈവച്ചുകൊണ്ടാണ് 1972 ഇന്ദിരാഗാന്ധി ഈ നിയമം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ വനവും വന്യജീവികളും സമവർത്തി കൊണ്ടുവന്നത്. 1972 മൂല നിയമം പാസാക്കിയ ശേഷം 7 ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. അതിൽ 5 ഭേദഗതികളും കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളാണ്. 2 കൊണ്ടുവന്നത് BJP സർക്കാർ. ഈ ഭേദഗതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്നത് മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുക, വന്യജീവി നിയമത്തിന്റെ വ്യവസ്ഥകൾ കൂടുതൽ കർക്കശമാക്കുക എന്നൊരേ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയായിരുന്നു. നിങ്ങളുടെ അവകാശ പട്ടികയിലെ ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ധനസഹായം കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്ന് ലഭിക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള അർത്ഥവത്തായിട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട വയനാടിന്റെ MP യുടെ അസാന്നിധ്യം എന്നും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ആഭിമുഖ്യത്തിൽ എംപിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടാണ് എല്ലാ എംപിമാരും അടങ്ങുന്ന ഒരു സംഘം അമിത്ഷയെ കാണണമെന്ന് തീരുമാനിച്ചത്. ആ ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് വയനാടിന്റെ എംപി വയനാടിനു വേണ്ടി രംഗത്ത് വന്നത്. വയനാട് അഭിമുഖീകരിക്കുന്ന, കേരളം അഭിമുഖീകരിക്കുന്ന വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നങ്ങൾ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷ എംപിമാർ എത്രയോ തവണ അവരെ കണ്ടിട്ടുണ്ട്. ഒരു നിവേദനം പോലും ഇതുവരെ വയനാട് എംപി, മുൻ എംപിയോ ഇപ്പോഴത്തെ എംപിയോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു പോരാട്ടം എന്നുള്ളത് സ്വാഭാവികമായും കുറെ കൂടി ശക്തിയോടെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. സഖാവ് ബിജു കൃഷ്ണൻ പറഞ്ഞതുപോലെ ഡൽഹിയിൽ അധികാരികളുടെ മൂക്കിന് മുമ്പിൽ വയനാട്ടിൽ നിന്നുള്ള ജനപ്രതികളും വോളണ്ടിയർമാരും വന്ന് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭം ഇതാണ്. ഇതേ സമയത്ത് കേരളത്തിൽ കൺകെട്ട് വിദ്യകളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം UDF നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഈ വിഷയങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ നമ്മുടെ നാണ്യവിളകൾക്ക് വില കുറയുന്നത്, വില ഇടിയുന്നത്, ഈ പറയുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പ്രശ്നം കൊണ്ട് ജനങ്ങളുടെ ജീവിതം അസാധ്യമാകുന്നത്, ഈ കാരണങ്ങളെല്ലാം ഒരുപക്ഷെ BJPയുടെയും കോൺഗ്രസിന്റെയും സൃഷ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയുള്ള ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ഈ പ്രക്ഷോഭം ഇവിടെ നടക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട്, വയനാട് നിന്ന് ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ സമര വോളണ്ടിയർമാർക്ക് തലസ്ഥാന നഗരിയിൽ വരാമെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രക്ഷോഭവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഈ സമരത്തിന് ആശംസകൾ നേരുന്നു, ഭാവുകങ്ങൾ നേരുന്നു. ഈ പ്രക്ഷോഭത്തിനോടൊപ്പം ഞാനും എന്റെ സഹപ്രവർത്തകരായ എംപിമാരും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമരം കൂടുതൽ വിപുലമായി മുന്നോട്ട് പോകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, എന്റെ അഭിവാദ്യങ്ങൾ.